ഞാൻ എന്താഗ്രഹിച്ചാലും അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ ഒന്നിലും വിശ്വാസമില്ലാണ്ടായി. മനസ്സിൽ ആഗ്രഹിക്കുന്നതൊക്കെ നടത്താൻ പറ്റുമെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ശരിയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും സാധിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സ് പവർഫുൾ ആയിരിക്കണം. അതായത് മനസ്സിൽ യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. എന്താണ് മനസ്സിനെ അപായപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്ന ഈ മാലിന്യങ്ങൾ? 5 കുറിച്ച് പറയാം. ഒന്ന്, ഏറ്റവും പ്രധാനം റിവഞ്ച്. അതായത് മറ്റുള്ളവരോട് പകയുമായി നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അവരുടെ മനസ്സ് ശാന്തമായില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾക്ക് സ്ഥാനമേ ഇല്ല. രണ്ടാമത്തെ കാര്യം ബ്ലെയിം. എപ്പോഴും അതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക. അങ്ങനെ വരുമ്പം അത് യഥാർത്ഥത്തിൽ അവനവന്റെ മനസ്സിനെ തന്നെ ദുർബലപ്പെടുത്തലാണ്. മൂന്നാമത്തത് ജലസി. മറ്റുള്ളവർ നന്നാവുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അപാരമായ അസൂയാണ്. അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഫോക്കസിങ് പോയിന്റ്, നമ്മുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. നാലാമത്തത് ഗിൽറ്റ്, കുറ്റബോധം ഉണ്ടാവുക. ഒരാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചേക്കാം. അത് എപ്പോഴും ചുമന്നുകൊണ്ട് കിടക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ ആ തെറ്റേറ്റ് പറയുന്നതോടുകൂടി, അല്ലെങ്കിൽ നമ്മളത് പശ്ചാത്തപിക്കുന്നതോടുകൂടി നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവണം. അത് എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മൈൻഡിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അഞ്ചാമത്തത് ഗ്രീഡ്, അത്യാഗ്രഹം. നമുക്ക് എന്ത് സൃഷ്ടിച്ചെടുക്കാം എന്ന് കരുതിയിട്ട് നമ്മുടെ കഴിവിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി മെനക്കെടുകയോ ചെയ്യരുത്. നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, നമ്മുടെ റിസോഴ്സിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് നല്ല ക്ലാരിറ്റിയോട് വെക്കുക, ഇത്തരം മാലിന്യങ്ങളെ മാറ്റി തീർക്കുക. അവിടെ നിങ്ങൾക്ക് ജീവിത വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടുക തന്നെ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഈ പേജ് ഫോളോ ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യണം.